നെടുംകുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 വർഷത്തെ പ്രോജക്റ്റ് ERT അംഗങ്ങൾക്കുള്ള പരിശീലനം സെൻറ്റ് ജോൺസ് ലിബാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ 3-4 തീയതികളിൽ നടന്നു. 74 അംഗങ്ങൾ ഇതിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജമ്മ രവീന്ദ്രൻ ഉദ്ഘാടനം നടത്തി. ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പാമ്പാടി ഫയർ ആൻഡ് റെസ്ക്യൂ ടീം, ഫയർ ആൻഡ് റെസ്ക്യൂ മാനേജ്മെൻറ്റ് പ്രോഗ്രാമിനെ സംബന്ധിച്ച ക്ലാസുകൾ നടത്തി. ബഹുമാനപ്പെട്ട ബഹാദുർ സർ ERT അംഗങ്ങൾക്കുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ, ഫസ്റ്റ് എയ്ഡ് എന്നിവയെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ നയിച്ചു. നമുക്കറിയാം കോവിഡ് വിപത്തുകൾ നമ്മുടെ നാടിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ERT-കളാണ് ഓടി എവിടെ ചെല്ലാനും അവർക്ക് ഓരോ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും ഒത്തിരി കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഏൽപ്പിക്കുന്ന അബ്ദുൾ റഹീം സാറിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകര്, മാതാപിതാക്കള്, ഏറെ സ്നേഹമുള്ള മത്സരമുള്ള കുഞ്ഞുമക്കളുണ്ട്. നിങ്ങളെല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം ഇവിടെ മഹാമാരിയായ കോവിഡ് ജലപ്രളയം ആശംസിക്കാൻ ബീന മെമ്പറെ ആമുഖ പ്രസംഗം നടത്തുന്ന ബീനു പെരുമന, ആശംസ നടത്തുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ ഡൊമിനിക് സാറ്, പിന്നെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥനെ നന്ദി പറയുന്ന അബ്ദുൾ റഹീം, സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഇവിടെ പേരൻസിനായിട്ട് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജയൻ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഈ ദുരന്ത നിവാരണത്തെ പറ്റി ഒരു ക്ലാസ്സാണ് നമുക്കിവിടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ മാത്യു വർഗീസ് അവറുകൾ, ബഹുമാന്യായ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണും വാർഡിൻ്റെ മെമ്പറുമായിരിക്കുന്ന ബീന വർഗീസ് അവറുകൾ, വേദിയിലായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ ഈ സ്കൂളിൻ്റെ ആരാധ്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ ഡൊമിനിക് സാറ്, ബഹുമാനപ്പെട്ട പാമ്പാടിയിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പാദുഷ അവറുകൾ, ബഹുമാനപ്പെട്ട നമ്മുടെ ക്ലാസ് നയിക്കുന്ന പ്രിയപ്പെട്ടവരെ, കിലയുടെ പാഠവ്യക്തികളായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായവരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം അങ്ങോട്ട് വരാതിരിക്കരുത്. പൂർണ്ണമായും പങ്കെടുത്ത് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്ലസ് പോയിന്റാണ്. ഉറപ്പായിട്ടും ഒത്തിരി സംഗതികൾ കിട്ടുന്നു എന്നതിനേക്കാൾ ഉപരിയായി ഐ ക്യാൻ കീപ് ഇറ്റ് ആസ് എ വെരി റിസോഴ്സ് നോട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ അഭിമുഖങ്ങളും നേരുന്നു. 2 ദിവസത്തെ ഈ പ്രൊജക്റ്റിന് നല്ലോണം ഫലമെടുത്ത് നമ്മുടെ സ്കൂള് മികവിൽ നിന്നും മികവിലേക്കുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഇതിനെ കണ്ട് മനസ്സിൽ വേറാം ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ. താങ്ക് യു സോ മച്ച്. ഡെന്നി സാർ, പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് 3 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളൂ. കാരണം എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ലെക്ചറിങ് ഇഷ്ടമില്ലാത്ത ആളുകളാണ്. കാരണം ലെക്ചറിങ് എവറി ടൈം അല്ലേ? അതല്ലേ അറിയേണ്ടത്. കേരള സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ 84/2028 നമ്പർ ഉത്തരവിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള എമർജൻസി റെസ്പോൺസ് ടീമിനെ ഫോം ചെയ്യണമെന്നും അവർക്ക് പരിശീലനം കൊടുക്കണമെന്നും കൃത്യമായിട്ട് കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ 941 പഞ്ചായത്തുണ്ട്, 87 മുനിസിപ്പാലിറ്റി ഉണ്ട്, 6 കോർപ്പറേഷൻ ഉണ്ട്. അതിലൊന്നാണ് നിങ്ങളുടെ ഈ പഞ്ചായത്ത്. അപ്പം ഈ പഞ്ചായത്തിലെ 20 ലക്ഷം ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ 8. ഇവിടുത്തെ ഫയർ പാമ്പാടിയിലാണ് ഇതുപോലെ 8 എണ്ണമുണ്ട്. അതിലൊരു 50 പേരുടെ എത്ര പേര് കിട്ടും? 400 പേര്. 34 പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ ഒരു 50 പേരെ കൂട്ടിക്കോ, 1500 പേരെ കണക്കെ പിടിച്ചോ. അപ്പം 2000 ട്രെയിൻഡ് ഫോഴ്സോ അപ്രോക്സിമേറ്റ് നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാനുള്ളൂ. അപ്പൊ എത്ര വരും? 20 ലക്ഷം ഡിവൈഡ് ചെയ്യുമ്പോൾ പശുക്കുട്ടി ഈ സ്ഥലത്ത് വീണ
അതിൻ്റെ FRV എന്ന് പറയുന്നത് ചെറിയൊരു കുട്ടി വണ്ടി ഇട്ടിട്ടില്ലേ, ചുമന്ന ഫസ്റ്റ് റെസ്പോണ്ട് വെഹിക്കിൾ പറയും, അത് മൂവ് ചെയ്യുമ്പോൾ 5 പേര് പോകണം. അപ്പോൾ പ്രാക്ടിക്കലായിട്ടോ അപ്പോൾ നമ്മൾ പ്രഥമ ശുശ്രൂഷ അത്യാവശ്യ കാര്യങ്ങൾ, ബേസിക്കായ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നാൽ മാത്രമേ പ്രായോഗികമായിട്ട് നമുക്ക് മറ്റൊരാളുടെ ജീവനത്തിന് സംരക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പം എന്താണ് ഫയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പേര്. ആ ഡിപ്പാർട്ട്മെന്റ് എന്താണ് സേവനം എന്നൊക്കെ അറിയാവുന്നുണ്ടോ? പറഞ്ഞു, അറിയാവുന്നവരോ പറഞ്ഞു. എന്താണ് ഫയർഫോഴ്സിന് കാരണമാണ് ഏതിനാണുള്ളത് സ്മോദറിങ്ങിന്? ജസ്റ്റ് മനസ്സിലായി, ജസ്റ്റ് ചെറുതായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുന്നതൊക്കെ കേട്ടോ. ഓക്കെ ഓക്കെ, ഈ എക്സിക്യൂഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്കൂളില്, മാളില്, പിന്നെ എവിടെയാ ടെക്സ്റ്റൈൽ ഷോപ്പ്? ഓക്കെ. അപ്പൊ ഒരു നിശ്ചിത സ്ക്വയർ ഫീറ്റിന് മേലെയുള്ള എല്ലാ കെട്ടിടങ്ങളിലും അല്ലെങ്കിൽ ആള് കൂടാൻ സാധ്യതയുള്ള നമ്മുടെ ഹോസ്പിറ്റലുകള്, സ്കൂള്, അതുപോലെ തന്നെ എന്താ ഓഡിറ്റോറിയം, ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഓക്കെ, അതല്ലാണ്ട് ഇതിന്റെ പേര് DCP എന്നാണ് പറയുന്നത്. DCP നമ്മൾ കുറച്ച് നേരത്തെ കുറച്ച് ടൈപ്പ് ഫയറുകൾ പറഞ്ഞില്ലേ, അതില് മിക്ക പറയുന്നത് കാര്യങ്ങളൊന്നും എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഈ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? അറിയില്ല. അപ്പൊ ഒരു തീപിടുത്തം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവിടെ ഈ പിന്ന് വലിച്ചു വിടുക. ഇവിടെ ഒരു പിന്നുണ്ട്, ഈ പിന്ന് വലിച്ചിടുക. ഫസ്റ്റ് പിൻ പുൽതി പിൻ. അതിനുശേഷം അടുത്ത എന്താ? എയിം ടു ദി ഫയർ. ഫസ്റ്റ് പി എന്താ? പുൽതി പിന്ന്. നമ്മളെന്താ ഇവിടെ ഒരു പിന്നുണ്ട്, ആ പിന്ന് വലിച്ചു. പ്രഷർ ഗേജ് ഉണ്ട്, കാണാൻ പറ്റുന്നല്ലോ. പ്രഷർ ഗേജ് കണ്ടോ? പ്രഷർ ഗേജ് പ്രഷർ ഗേജ് എന്താ മനസ്സിലാക്കുന്നത്? ഇതിൻ്റെ അകത്ത് കോമ്പൗണ്ട്, ഈ മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഹൈ പ്രഷറിനോട് മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് പൗഡർ പുറത്തേക്ക് വരികയുള്ളൂ. അപ്പം അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമാണ് ചെയ്തതിനൊപ്പം തന്നെ ഈ നോസില് സ്വൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു 10 കിലോടാണ് അല്ലെങ്കിൽ 8 കിലോടൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 16 സെക്കൻഡോളം മാത്രമാണ് ഇതിൽ നിന്നും പൗഡർ പുറത്തേക്ക് വരികയുള്ളൂ. 5 കിലോടൊക്കെ ആണ് ഏകദേശം ഒരു 11-12 സെക്കൻഡോളം മാത്രമാണ് പൗഡർ പുറത്തേക്ക് വരികയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കറക്റ്റായ രീതിയിൽ എഫക്റ്റീവായ രീതിയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്രൊസീജിയറിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമാണ് തീ അണയുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ എന്താ, ഒറ്റ പ്രാവശ്യത്തിൽ ലിവർ അമർത്തി കഴിഞ്ഞാൽ ഹൈ പ്രഷറിൽ നമ്മൾ സ്റ്റോർ വെച്ചിരിക്കാന്നല്ല പറയണേ. ആ പ്രഷർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് രീതിയിൽ ഉപയോഗിക്കുക. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാമോ പാസ് എന്നാ പറഞ്ഞ എന്താന്ന്? ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചു തന്നെ വിളിച്ചു തന്നെ റെസ്പോൺസ് ആയിരുന്ന ചെക്ക് ചെയ്യുക. ഓക്കെ, ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെന്താ നമ്മളടുത്ത് പൾസ് ചെക്ക് ചെയ്യുക. പൾസ് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും? ഞാനായിട്ട് യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ മാറിൽ നടുവ് ഉണ്ടാവില്ലേ, ഇവിടെ നിന്ന് വര വരയ്ക്കുന്നു, അതിനുശേഷം ഇവിടെ നിന്ന് വര വരയ്ക്കുന്നു. ഈ 2 ലൈനുകളും ഈ നിപ്പിൾസ്, 2 നിപ്പിൾസ് തമ്മിൽ ലൈൻ വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ നടുവിലൂടെ ലൈൻ വരയ്ക്കുന്നു. ഈ 2 ലൈൻ
ഫയർ ചെയ്യാനായിട്ട് എടുക്കേണ്ട പൊസിഷൻ നമ്മുടെ പവർ ഹാൻഡ് മേലെ പവർ ഹാൻഡിൻ്റെ ഈ ഒരു ഭാഗം ആ ഒരു പൊസിഷനിലേക്ക് വെക്കുന്നു. വെച്ചതിന് ശേഷം മറ്റേ ഹാൻഡ് വെച്ച് ലോക്ക് ചെയ്ത് ഇങ്ങനെ മനസ്സിലായോ? ലോക്ക് ചെയ്തതിന് ശേഷം കുട്ടികൾ വളയാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു വരുന്നുണ്ട്. അപ്പൊ ക്ലാസ് സമയമായതുകൊണ്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം കുറച്ച് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരികയാണെങ്കിൽ ഇത് കണ്ടുണ്ടോ നിങ്ങളോ? എവിടെയൊക്കെ കണ്ടേക്കണേ?